വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന് പറ്റിയൊരു കറിയുമായിട്ടാണ്. അതായത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടും വൻപയറും ഉപയോഗിച്ചുള്ള ഒരു കറി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ സ്റ്റാർ ഫ്രൂട്ട്, അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്, വൻപയർ, പിന്നെ തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചുള്ള മുളക്. അപ്പോൾ ഇനി കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളെടുത്ത് വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകും ചേർത്ത് ഇതേപോലെ അരച്ചെടുക്കണം. കൂടുതൽ അരയാൻ പാടില്ല, കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഈ പുളിയും നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടും നമ്മുടെ വൻപയറും കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ വേവിച്ച് വെച്ച സ്റ്റാർ ഫ്രൂട്ടും വൻപയറും കൂടി ഒരു കടായി ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇടുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് തേങ്ങയും വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരപ്പ് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കറി കുറച്ച് കട്ടിയായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരോടും സോറി, ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ കറി തിളച്ച് വന്നതിന് ശേഷം താഴെ എടുക്കണം. അതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് താളിച്ചിടണം. ഈ കറിക്കകത്തേക്ക് താളിപ്പിടണം. കടുക് പൊട്ടിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ കടായി ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. താളിപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഉപ്പും എരിവും ഒന്ന് നോക്കാം. കുറവാണെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.